എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ പറയുവാനായിട്ട് നമ്മളിവിടെ രണ്ട് വാദ്യോപകരണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിലൊന്നാമത്തേത് വീണ. അത് നമുക്കറിയാം, 7 തന്ത്രികളാൽ നിർമ്മിതമായതുകൊണ്ടാണ് വീണയെ തന്ത്രിവാദ്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ സംഗീത കച്ചേരികളിൽ ഈ പക്കവാദ്യമായിട്ടും തനിച്ചും ഉപയോഗിക്കാവുന്ന വളരെയധികം പഴക്കം അവകാശപ്പെടാവുന്നതുമായിട്ടുള്ള ഈ തന്ത്രിവാദ്യത്തെയാണ് എല്ലാ തന്ത്രിവാദ്യങ്ങളുടെയും മാതാവായിട്ട് വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും 3 രൂപഭേദങ്ങളാണ് വീണയ്ക്കുള്ളത്. അതിലൊന്ന് വിചിത്ര വീണ, രണ്ടാമത്തേത് ഗായത്രി വീണ, മൂന്നാമത്തേത് രുദ്രവീണ. ഇങ്ങനെയാണ് അതിൻ്റെ വകഭേദങ്ങൾ വരുന്നത്. ഇതിവിടെ വിവരിച്ച് പറയാൻ കാരണം, നമ്മൾ തൊടുകുറിയിൽ ഉപയോഗിക്കുന്ന ആ ഒരു സംഗീത ഉപകരണത്തെ നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടുത്താതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അടുത്തത് രണ്ടാമത്തേത് വയലിൻ. നമുക്കറിയാം, ശ്രുതിമധുരമായ സംഗീതം പൊഴിക്കുന്ന ഒരു തന്ത്രിവാദ്യമാണ് ഈ പറഞ്ഞ വയലിനും. അതുമാത്രവുമല്ല, ഈ മനുഷ്യ ശബ്ദത്തോട് ഏറ്റവും കൂടുതൽ താദാമ്യം പ്രാപിച്ച ഒരു നാദമാണ് ഈ വയലിനുള്ളത്. ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു നല്ല എക്സ്പെർട്ടായിട്ടുള്ള വയലിൻ വായനക്കാരന് ഒരു ഗായിക പാടുന്ന പാട്ട് ഈ വയലിലൂടെ വളരെ തന്മയത്വത്തോടു കൂടി, അതായത് ഈ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളെ വായിച്ചു കേൾപ്പിക്കാൻ ആ വയലിനിസ്റ്റിന് സാധിക്കുന്നതാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ഈ വയലിൻ സംസാരിക്കുകയാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് ക്ലിയർ ആയിരിക്കും അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശബ്ദവീചികൾ. ചുരുക്കി പറഞ്ഞാൽ, ഈ സിംഗർ കൂടെ ഇല്ലെങ്കിൽ പോലും ഈ വയലിൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടും കച്ചേരികൾ നടത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ വളരെയധികം നടത്തുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ, നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ ഈ ദൈവിക അനുഗ്രഹമുള്ള 2 സംഗീതോപകരണങ്ങളാണ്. ഇതിലേത് വാദ്യോപകരണമാണോ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ആകർഷിക്കുന്നത്, അത് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ കോഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ ഞാനങ്ങോട്ട് പറയുന്നതാണ്. അതായത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്കതൊന്ന് കേൾക്കാൻ സാധിച്ചെങ്കിൽ എന്ന് നിങ്ങൾ കാതോർത്തിരിക്കുന്ന ആ ചില ശുഭവാർത്തകൾ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് പറയുന്നതാണ്. അങ്ങനെ പറയുന്ന 5-6 ഫലങ്ങളിൽ ഈ 1-2 ഫലങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ കൃത്യമായിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നതെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് വന്നു ചേരാൻ സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ ഞാൻ 6 എണ്ണം പറയുമ്പോൾ അതിൽ 4 എണ്ണം വരെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചതാണെങ്കിൽ, ഈ തൊടുകുറി ഫലങ്ങൾ നിങ്ങൾക്ക് ഏതാണ്ട് പരിപൂർണമായി തന്നെ പ്രയോജനപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ആ കാര്യങ്ങൾ ഈ ഫലങ്ങളിൽ കണ്ടില്ലെങ്കിൽ, അത് നിങ്ങൾക്ക് നടന്നു കിട്ടാൻ അല്പം കാലതാമസമുണ്ട്, അല്ലെങ്കിൽ അല്പം തടസ്സമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അത് നടന്നു കിട്ടില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മാത്രവുമല്ല, ആ തടസ്സങ്ങൾ നമുക്കിവിടെ പ്രാർത്ഥനയിലൂടെ പരിഹരിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. അതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ തന്നാൽ പിറ്റേ ദിവസങ്ങളിൽ വരുന്ന പൂജയിലേക്ക് ഉൾപ്പെടുത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതോടുകൂടി ആ തടസ്സങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. ശരി. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 2 വാദ്യോപകരണങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു സംഗീതോപകരണം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനോടൊപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ശുഭവാർത്ത ഈ തൊടുകുറി ഫലത്തിൽ ഉണ്ടാകണമേ എന്ന് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവത്തെ നിങ്ങൾ സംബോധന ചെയ്യുന്ന നാമം ഏതാണോ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കാവുന്നതുമാണ്. 10 സെക്കൻഡ് സമയമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു. ആദ്യത്തെ സംഗീതോപകരണമായ വീണ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടുകുറി ഫലങ്ങൾ പറയുവാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് കിട്ടിയിരിക്കുന്നത്, ഉചിതമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് യഥാസമയം കൈക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല സുവർണ അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ ആ മനസ്സിൻ്റെ ചാഞ്ചല്യം അകറ്റി ധൈര്യം സംഭരിച്ച് നന്നായി ചിന്തിച്ച് ഉചിതമായ തീരുമാനമെടുത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇനി നിങ്ങൾക്ക് തന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത്, അതായത് രണ്ടാമതായിട്ടുള്ള ഫലം കാണുന്നത്, നിങ്ങളുടെ ഇപ്പോഴുള്ള 5 സുഹൃത്തുക്കളിൽ 2 പേരെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇത് പറയാൻ കാരണം, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലുള്ള ചിന്താഗതിക്കാരായ വ്യക്തികളല്ല അവർ.
അത് നിങ്ങൾക്ക് വരും വഴിയേ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് അവരോട് ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം കരുതലോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇത് സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളും ആകാവുന്നതാണ്. അതുകൊണ്ട് ഇതിൽ കരുതലോട് കൂടിയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂന്നാമത്തെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത്, ഈ മനോസുഖം കുറവുള്ള നാളുകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട്, അതായത് ഈ കഴിഞ്ഞിടെയായിട്ട് മാനസികമായിട്ട് ഒരു പരിപൂർണ സംതൃപ്തി നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കാത്തതുകൊണ്ട് പൊതുവെ ഒരു വിമ്മിഷ്ടമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത്. ഇതിങ്ങനെ നിങ്ങൾ നീട്ടിക്കൊണ്ടു പോയാൽ ശാരീരിക മാനസിക ആരോഗ്യം അവതാളത്തിലാവുന്നതാണ്. അതുകൊണ്ട് ആവശ്യത്തിന് ഉറക്കവും സമയത്തിന് ഭക്ഷണവും കഴിക്കുക. അതായത് അല്പഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ പോലും അത് സമയാസമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെ തുടർന്നു പോയാൽ ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം രൂക്ഷമായിട്ട് കാണുന്നുണ്ടെങ്കിലും അത് കൂടിയും കുറഞ്ഞും വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അത് പരിഹരിക്കാനുള്ള ഉപായം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായിക്കിട്ടുന്നതുമാണ്. ഈ ദൈവാനുഗ്രഹവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കിവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത്, വളരെ നാളുകളായിട്ട് ഈ പ്രാർത്ഥനയും വഴിപാടും ദൈവങ്ങൾക്ക് ചെയ്തിട്ട് എന്നെ വേണ്ട രീതിയിൽ ഭഗവാൻ സഹായിച്ചില്ല എന്നുള്ള ആ ഒരു സങ്കടം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇത്രയുമാണ് 1-ാം നമ്പർ ചിത്രമായ വീണ എന്ന സംഗീതോപകരണം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ പറയാനുള്ളത്. അടുത്തത് 2-ാം നമ്പർ ചിത്രമായ വയലിൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലം പറയാൻ പോകുന്നത്. നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം കഷ്ടതകളും പരാജയങ്ങളും ഏറ്റുവാങ്ങിയ ജീവിതമാണ് നിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയായ ഒരു വഴി ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ മറ്റാരുടെയും ഉപദേശം സ്വീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ശരി ഏത് തെറ്റ് ഏതെന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇപ്പോൾ നിങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചിരിക്കുന്ന തീരുമാനങ്ങൾ 100% ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ ഉറച്ചു നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് കരഗതമാവുന്നതാണ്. ഇത് നിങ്ങളിൽ പലർക്കും പല രീതിയിലാണ് വന്നു ചേരാനായിട്ടുള്ള സാധ്യത ഇവിടെ കാണുന്നത്. അതായത് സ്വന്തമായി അധ്വാനിച്ച് നേടിയ പണം കൊണ്ട് ഒരു വീടുണ്ടാക്കി അതിൽ താമസിക്കണമെന്ന അതിയായ മോഹം കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങളെന്നാണ് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിപ്പോൾ പാതി വഴിയിലാണ്. എന്നാലും പിന്മാറാൻ നിങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് സാധിച്ച് കിട്ടും, അല്ലെങ്കിൽ അത് നിങ്ങൾ സാധിച്ചെടുക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത്, പുതിയൊരു വാഹനം സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മുൻപിൽ വളരെയധികം ആശങ്ക ഉയർത്തുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും വരുന്ന മാസങ്ങളിൽ തീർച്ചയായും നിങ്ങളുടെ ഈ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് തന്നെയാണ്. ഇത് വ്യക്തമായി ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇത് അവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാകാം. നല്ലൊരു ജോലി അവർക്ക് വാങ്ങിക്കൊടുക്കാൻ മുൻകൂറായി പണം കൊടുക്കേണ്ട ആ ഒരു എമൗണ്ട് സ്വരൂപിക്കാൻ നിങ്ങൾക്കാവാത്തതിൻ്റെ വിഷമവും ഇവിടെ ഈ തൊടുകുറിയിൽ കാണുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ശുഭമായി പര്യവസാനിക്കുമെന്ന് തന്നെയാണ് ഇതിൻ്റെ അന്തിമ റിസൾട്ടായിട്ട് കാണുന്നത്. ഇത് പറയാൻ കാരണം, ദൈവാനുഗ്രഹം വളരെയധികം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഒരു പരിധി വിട്ട് താഴേക്ക് പോകാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തുന്നതല്ല. അങ്ങനെയാണ് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു പറയാനുള്ളത്, ഈ അധികം താമസിയാതെ ചില അസുലഭ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ഇത് ചിലപ്പോൾ വിലപിടിപ്പുള്ള വസ്തുവകകൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ അന്യദേശത്ത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലുള്ള ഒരു തൊഴിലിൽ നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിയമന കത്ത് ലഭിക്കുന്നതുമാകാം. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ മനസ്സിൽ ഉദ്ദേശിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വിവാഹ ബന്ധം ഇതിൽ വിവാഹിതരാവാത്തവർക്ക്, അതായത് വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാകാം. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഏതും ആകാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ തൊടുകുറി ഫലത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ തെളിഞ്ഞു കാണുന്നുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ 2-ാം നമ്പർ ചിത്രമായ വയലിൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചിത്രമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്.
പൂജയിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തേണ്ട ആളുകൾ അത് മറന്നു പോകാതെ താഴെ കമൻറ്റ് ബോക്സിൽ തരേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.